വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കേരളം. ഈ അതിക്രൂരമായ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ നിന്ന്, അഫാന്റെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യമെത്തിയ ആംബുലൻസ് ഡ്രൈവർ എന്നോടൊപ്പം ചേർന്ന്. എന്താണ് താങ്കളുടെ പേര്? സഫീർ. സഫീറിനെ ആരാണ് ഈ സംഭവം വിളിച്ചത്? എന്റെ കൂട്ടുകാരനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ നമ്മള് ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മള് ഓണറിന്റെ വീട് ഇവിടെയാണ്. അപ്പോൾ ഓണറിന്റെ അടുത്ത് ഒന്നും കൂടി ചെന്ന് നോക്കാൻ പറഞ്ഞു കാര്യമുള്ളതാണോ. ഓണർ വന്നിട്ട് നമ്മളെ വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓടി വന്നപ്പോൾ നമ്മളൊരു 6-6:30-7 മണിക്കകത്ത് ആ സമയത്താണ് ഇവിടെ എത്തിയത്. വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ പെട്ടെന്ന് ഇടെന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തു വിട്ട്. അപ്പം അകത്ത് അവന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനും കൂടെ അകത്ത് കയറി പോയി. എടാ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞ് അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ വളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കയറ്റി. ഉമ്മയുടെ ബാക്ക് തല ഇവിടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത്. അപ്പൊ തന്നെ ഉമ്മ എടുത്ത് കയറ്റി. അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോ നമ്മളെ ബാക്കിരുന്ന ആളിന്റെ കൈ തന്നെ അവന്റെ ഉമ്മ മുറുകെ പിടിച്ചിരുന്നു. കയ്യിൽ പിടിച്ചിട്ടുണ്ട്, നല്ല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുല ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയൊക്കെ പതുക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. അപ്പൊ ബാക്കിരുന്ന ആള് പറഞ്ഞാണ് കൈയൊക്കെ എടുക്കാൻ തുടങ്ങി. സ്പീഡിനെത്തി പെട്ടെന്ന് പോകുന്നു പറഞ്ഞു. അങ്ങനെ നേരെ ഗോകുല ആശുപത്രിയിൽ നിന്ന് കയറ്റി. അവിടെ നിന്ന് കയറ്റിയപ്പോ നമ്മള് നേരെ കയറ്റിയാണ് ചെയ്തത്. മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത്? മറ്റേ എന്നിട്ട് ഞാൻ വിളിച്ചായിരുന്നു, അങ്ങ് ചെന്നിട്ട് വിളിച്ചായിരുന്നു. ബാക്കി അപ്പൊ ആംബുലൻസ് ഒന്നും വന്നില്ല. നമ്മൾ ഇവിടെ എന്റെ കൂട്ടുകാരൻ തന്നെ അരുൺ എന്ന് പറയുന്ന അവൻ 2-3 ആംബുലൻസ് കൂടെ വിളിച്ചിട്ട് അവൻ പറഞ്ഞാടാ ബാക്കി രണ്ടുപേരും ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു. അല്ല, എന്താ സംഭവിച്ചതാണ്? അതായത് എങ്ങനെ സംഭവിച്ചതാണ് ഇത്? കൃത്യം എങ്ങനെയാ നടത്തിയെന്നുള്ള എന്തെങ്കിലും സൂചന ആദ്യം ഈ കണ്ട ആർക്കെങ്കിലും മനസ്സിലായിരുന്നു? എന്ന് പറഞ്ഞാൽ കുത്തിക്കൊല്ലപ്പെടുത്തിയതാണോ അതോ ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്? കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി. രണ്ട് കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല, മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി. അങ്ങനെയാണ് ഇരിക്കുന്നത്. മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവിളിലും ആയിട്ടാണ് നല്ലൊരു കുഴിയുണ്ട്. ഈ മുഖത്താണ്? എല്ലാവർക്കും മുഖത്താണ് പരിക്ക് പറ്റിയിരുന്നത്. വേറെ ശരീരത്തിൽ വേറെ എങ്ങും മുറിവൊന്നുമില്ല. അതായത് ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചേക്കുന്നത്. ഉമ്മാക്കും മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് ഇതായിട്ടിരുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഈ അനിയന്റെ മുഖത്ത് ഒരു കണ്ണ് ആ ഭാഗത്ത് കാണാനില്ല, ഒരു കണ്ണൊരു ഭാഗത്ത് കാണാനില്ല, ഒരു കണ്ണ് കുഴിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്ന അവസ്ഥയിലുണ്ട്. അപ്പം അതായത് ഇതൊരു ചുറ്റിക തന്നെയാണ്. ആദ്യം നിങ്ങൾ കരുതി ചുറ്റിക എന്നാണോ അതോ വേറെ? ചുറ്റികയല്ല, കാരണം നെറ്റ് ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത്, തോക്ക് വെച്ച് വെടിവെച്ചെന്ന്. അങ്ങനെ പിന്നെയാണെല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ് നമുക്ക്, അതായത് വെടിവെച്ച പോലെ ആയിരുന്നു കിടന്ന് കണ്ടു. കാരണം ഇവിടെ കൂടെ തുളച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്, ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട്. 3 പേർക്കും അങ്ങനെ? അല്ല, പെണ്ണിന്റെ മാത്രം. മറ്റേ പയ്യന് കണ്ണും ഉമ്മാക്ക് ബാക്ക് സൈഡായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചറിൽ നിന്ന് നമ്മളെ സ്ട്രെച്ചറിൽ നിന്ന് അവരുടെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ആ ഉമ്മയുടെ തലയ്ക്കകത്ത് കയറിപ്പോയി. ഈ വിരല് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലയ്ക്കകത്തോട്ട്. തല ഓട്ടിയിൽ കൈ തട്ടിയിട്ടുണ്ട് എന്റെ. അപ്പൊ ഈ ഇത് കണ്ടപ്പോ പിന്നെ അങ്ങനെ വെടിയുണ്ടയാണ് തുളച്ച കയറിയതെന്ന് തോന്നിക്കുന്നത്. അത്രയും ഭീകരമായിരുന്നു, അത്രയും നല്ല ആഴത്തിലായിരുന്നു. നമ്മളൊരു റൗണ്ട് കണക്ക് 2 സൈഡും ഇവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ തുളച്ചങ്ങ് അകത്തോട്ട് കയറിയിരിക്കുക. അല്ല, അപ്പോൾ അത്രയും ക്രൂരമായിട്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് തോന്നത്തില്ലേ? അല്ലെങ്കിൽ ഒരേ ശൈലി എങ്ങനെയാണ്? നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത കണ്ടവർ എന്ന നിലയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു സമാനതയുണ്ടല്ലേ ഈ ചെയ്ത കൊലം? ഇനി വല്ല അടിച്ചിട്ടാ അങ്ങനെ വല്ലാണോ ഇത് ചെയ്തേക്കുന്നതെന്നോ? അല്ല, ഞാൻ പറഞ്ഞത് മുഖത്ത് തന്നെയാണ് 3 പേർക്ക് മുഖത്താണ് സംഭവം എല്ലാം വന്നത്. വേറെ ശരീരത്തെങ്ങും മുറിവുകളൊന്നുമില്ല. അവന്റെ ഉമ്മാണെന്ന് പറയുമ്പോൾ ബാക്കിലെ മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം മുടി ഞാൻ അവിടെ വെച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വണ്ടി കഴിയപ്പോൾ മുടി മൊത്തം വാരി കളയാണ് ചെയ്തത്. മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അത് ഇനി ബാക്ക് ഇത്രയിലെ ചെത്തി കണക്കെടുത്തായി പോയി. തലയോട്ടി സഹിതം ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇരുന്നത്. ബാക്ക് സൈഡും കവിളിലെ എല്ലുകൾ
എല്ലാം നല്ലോണം കാണാൻ പറ്റുള്ളൂ. ഈ ഫർസാനയുടെ മുഖവും നിങ്ങൾ കാണുമ്പോൾ ഈ മുഖം ഇവ ഇതിന് വികൃതമാക്കി കളഞ്ഞു എന്ന് വെച്ചാൽ സംഭവിച്ച ഈ നമ്മൾ ഈ പെട്ടെന്ന് അടി കൊണ്ട് കണക്കല്ല, അതിന് മുമ്പായിട്ട് നല്ലോണം ഈ കൊച്ചിനെ അടിച്ചിട്ടുണ്ട് ഇവൻ. അതെങ്ങനെയാണ് അടിച്ചു? കാരണം ഈ മുഖത്ത് നല്ല നീരിറങ്ങി മോക്ക് കവളെല്ലാം കൂടെ തൂങ്ങി അങ്ങനെ ഇറങ്ങിയല്ലോ ഒരുമാതിരിയായി പോയി കിടക്കുന്ന മുഖം. നമുക്ക് ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ കുട്ടീനെ എനിക്കറിയാം. കുട്ടി എന്റെ വീടിന്റെ അവിടെയാണ് കുടുംബ വീട്. അവിടെയൊക്കെ വരുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടി, ഫർസാന. ആ കുട്ടി അവിടെയൊക്കെ വരുന്നതായിരുന്നു. ഞാൻ കണ്ടിട്ട് ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വെഞ്ഞാറോട് വെച്ചും കണ്ടതാണ്. ഇവര് തമ്മിൽ നേരത്തെ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗഹൃദം? ഇവര് തമ്മിൽ സംസാരിക്കുന്നത് ഇത് ഇവന്റെ ഈ പെണ്ണ് ഇവന്റെ കൂട്ടുകാരെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ അല്ലാതെ ഞാൻ നേരിട്ടൊന്നും ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല. ഈ പെണ്ണിനെ മാത്രമേ ഞാൻ അങ്ങും വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാവുന്ന കുട്ടിയായിരുന്നു. ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് ശേഷം എന്താണ് അവിടെ വെച്ച് കണ്ടത് എന്ന കാഴ്ച ആദ്യമായിട്ട് ഒരാൾ പങ്കുവെക്കുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ സഫീർ തന്നെയായിരിക്കും. കാരണം ആ 3 പേർക്കും ഒരുപോലെ മുഖത്താണ് അതിക്രൂരമായി പരിക്കേറ്റിരിക്കുന്നത്. മുഖം വികൃതമാക്കി കളഞ്ഞു 3 പേരുടെയും എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം, ഇയാളെ ഇതിലേക്ക് നയിച്ചത് എന്തായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. വാക്കുകൾക്കപ്പുറം ഒരാൾക്കും ഒന്നും പറയാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം ഭീകരമായ നടുക്കുന്ന കൊലപാതക പരമ്പര തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ഉറപ്പിക്കുകയാണ് സഫീർ പങ്കുവെക്കുന്ന ഈ വാക്കുകളിലൂടെ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.